ഈ സി ജി വി എഫ് ഒക്കെ പടം മൊത്തത്തിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പടം ചുറ്റുമാലിയും വന്നിട്ടുണ്ട്, യോധ വന്നിട്ടുണ്ട്, അങ്ങനെ മാർട്ടൽ കോമ്പാക്ട് ചൈനീസ്, അങ്ങനത്തെ പടങ്ങളെല്ലാം ഇതിനകത്ത് റെഫറൻസ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്ക്രീൻ പ്ലേ ഒക്കെ കുറച്ചധികം നമുക്ക് ലാഗ് തോന്നിയിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് പോലും ഒട്ടും ഒരു ലാഗ് ഫീൽ ചെയ്തില്ല. കംപ്ലീറ്റ് ഒരു ഇന്റർവെല്ലാണെങ്കിൽ ഒരു പക്കായിട്ട് അങ്ങോട്ട് നിർത്തിയത്. അതിൽ അടിപൊളിയായിട്ട് തന്നെ ക്ലൈമാക്സ് ഫിനിഷ് ചെയ്തു. സൂപ്പർ. കേരളത്തിൽ വർക്കാവോ? ഉറപ്പായിട്ടും കിട്ടുന്ന സിനിമ. ഓക്കെ, ശരി. ജയറാമേന്റെ കോൺട്രിബ്യൂഷൻ ജയറാമേട്ടൻ സാധനം കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം, ഹിറ്റാവാനൊക്കെ എന്തായാലും സാധ്യത സിനിമയാണ്. പടത്തിലെ VFX-ഉം മേക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് ബഡ്ജറ്റാണ് പറഞ്ഞിരുന്നത്. പെർഫോമൻസ് എല്ലാവരും നന്നായിട്ടുണ്ട്. ഒരുപാട് മണ്ണുള്ളതിനേക്കാളും വലിയ സ്റ്റാർ കാസ്റ്റൊക്കെയാണ്. ഗംഭീരമായിട്ട് നല്ല. ഇവിടെ ജയറാമേട്ടൻ സ്കോർ ചെയ്തോ? പെർഫോമൻസ് ഒക്കെ നോക്കുന്നു മൊത്തത്തിൽ അടിപൊളിയാണ്. എന്താ പറയുക, ജയറാമായിട്ട് അഭിനയം, പിന്നെ എല്ലാവരും നല്ലതായിരുന്നു. പിന്നെ ശ്രീയ ശരൺ എല്ലാം ഒന്നിനൊന്ന് വെച്ച്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു. നല്ല ഗംഭീര വിഷ്വൽ എഫക്റ്റാണ്. തിയേറ്ററിൽ വന്ന് ആസ്വദിക്കാൻ പറ്റാറുണ്ട്. പുള്ളിയുടെ ഇതിന് മുന്നത്തെ പടം എന്ന് പറഞ്ഞാൽ ഹനുമാനാണല്ലോ, അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് ഈ സിനിമ. ഹനുമാനേക്കാളും ബെറ്റർ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ രണ്ട് രീതിയിൽ നമുക്ക് ആസ്വദിക്കാം. നല്ല രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, സൗണ്ടും എല്ലാം കൊണ്ട് കുട്ടികളെ വന്ന് കാണാൻ പറ്റും. നല്ലൊരു മൂവിയാണ്. ഓക്കെ, താങ്ക് യു. സീരിയസുള്ള സീനൊക്കെ ഉണ്ടാവും. സെക്കൻഡ് പോയി സ്ക്രീനിൽ കണ്ടെടുക്കുന്നുണ്ട്. പിന്നെ ഹീറോയായിട്ട് അഭിനയിച്ച ആളൊരു വില്ലനായാലും നല്ല രസമുണ്ട്. ജയറാമേട്ടനാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണത്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഇച്ചിരി കോമഡിയുള്ള കഥാപാത്രമാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര രസമായിട്ടുള്ള കഥാപാത്രമാണ്. ജയറാമേട്ടൻ ഇതേപോലെ ഒരു വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു ഫീൽഡിൽ നിൽക്കാറുള്ള വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീര സിനിമയാണ്. ഫൈറ്റുകളൊക്കെയാണ് എടുത്ത് പറയുന്നത്. ഭയങ്കര രസമാണ് എൻ്റെ ഫൈറ്റുകൾ. ഉറപ്പായി ആ ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ കാണുമ്പോൾ അത് ഓരോ പ്രേക്ഷകർ അത് ഫീൽ ചെയ്യും. ഉറപ്പാണ്. ലോകയായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാം. ആർട്ടിസ്റ്റാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തു. പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മുടെ ജയറാമേട്ടൻ ഗംഭീരമായിട്ട്. ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ചിലപ്പോൾ കോമഡി ആണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല, വേറൊരു ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. പക്ഷേ ക്യാരക്ടറാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ മൊമെൻറ്റ്സുകൾ ഇതിനകത്തുണ്ട്. 7 എടുത്തുള്ള VFX 7 മിനിറ്റ് കണ്ടിന്യൂസ് ഉള്ള VFXിൻ്റെ വരുന്നുണ്ട്. പക്ഷേ അത് ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ കണ്ണെടുക്കാൻ പറ്റില്ല. ഡിസ്റ്റർബ് ആവുന്നില്ല. അങ്ങനെയും നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ലോക എന്നെല്ലാം പറയുന്ന പോലെ ചിലപ്പം അവിടെയുള്ള ഈ സിനിമയാകുമ്പോൾ അഭിനയം വരാൻ പോകുന്നത് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളൊരു ഫിലിം തന്നെയാണ് പറയുന്നത്. ലോകമായിട്ടൊരു കോമ്പറ്റീഷനൊക്കെ വെക്കാൻ പറ്റും. ലോകയായിട്ട് ഒരിക്കലും കോമ്പറ്റീഷൻ അതൊക്കെ എവിടെ കിട്ടുന്നില്ല. ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ഐതിഹ്യമൊക്കെയായിട്ട് കുറച്ച് ബ്ലെൻഡ് ഉണ്ട്. അപ്പം അതൊക്കെ ഇട്ട് എങ്ങനെയാണ്? അതുകൂടെ പക്ഷെ ഒരിക്കലും നമുക്ക് ബോറാവത്തില്ല. അവർ ആ സ്റ്റോറി പറയുന്നതുകൊണ്ട് നമ്മളെ കൂടെ ജെല്ലാക്കിയിട്ടുണ്ട്. അതൊരു ഓവർ ഇത് ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ലെവലിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റായിട്ട് കൊമേഴ്ഷ്യലായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. സ്റ്റോറി കുറച്ച് കൽക്കിയായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മളെ ഫീൽ ചെയ്യിക്കാത്ത ലെവലിൽ ആക്കാനും നമുക്ക് ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ നായകൻ എങ്ങനെയുണ്ട്? തേജ നല്ല രീതിയിൽ പുള്ളിക്കാരൻ ഫുൾ എഫേർട്ടായിട്ട് ചെയ്താൽ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ചെയ്ത സ്റ്റണ്ടുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ അത് എഫേർട്ടായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ഫീൽ തന്നെ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറോടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. CGI ഒരു രക്ഷയില്ല. ഞാൻ ഉറങ്ങിയെങ്കിലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. CGI ഒരു രക്ഷയില്ല. ശരിക്കും പല സിനിമകളും കണ്ടു പഠിക്കണം ഇതിൽ CGI. കാരണം ഒറിജിനൽ തോറ്റുപോയി. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് CGI ചെയ്തിരിക്കുന്നത്. പിന്നെ ജയറാമേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇന്റർവ്യൂലൊക്കെ കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു അത് ജയറാമേട്ടൻ. കാരണം പുള്ളി മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി വേറെ യോഗിയായിട്ടായിരുന്നു. പക്ഷെ പുള്ളി രസമുണ്ട്, നല്ല ചെയ്തിട്ടുണ്ട്. പുള്ളി ആണെന്നറിയത്തില്ലായിരുന്നു. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കലക്കനാണ്. പിന്നെ കഥയൊക്കെ അടിപൊളിയായിരുന്നു. വളരെ വളരെ നന്നായിരുന്നു. പിന്നെ നമുക്ക് വിഷ്വലി ഒരു രക്ഷയില്ല പടം. കാരണം
നമുക്ക് എന്താ പറയുക ബോറടിക്കത്തില്ല. ലൈക്ക് നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും. ഭയങ്കര കളർഫുള്ളാണ് പടം. DOP ഒരു രക്ഷയില്ല, അത് എടുത്തു പറയണം. DOP ചെയ്തേക്കുന്ന ആരാണെങ്കിലും പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഫുള്ളൊരു കളർഫുൾ മൂഡാണ്. ഫൈറ്റൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫൈറ്റുകൾ ഉണ്ടായിരുന്നു. അടിപൊളി പടം. ജയറാമും ജയറാമേട്ടനൊക്കെ ഇതുവരെ ചെയ്യാത്തൊരു ഇതാണെന്ന് തോന്നുന്നത്. നല്ല ഉപ്പും ഒരു സ്വാമിയുടെ വേഷമൊക്കെ അടിപൊളിയാണ്. പ്രേക്ഷകർക്ക് എല്ലാവരും കാണാൻ പറ്റിയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും വന്ന് കാണണം. എന്ന് വെച്ചാൽ ഗ്രാഫിക്സും അതിൽ ഫൈറ്റും എല്ലാം കിഡുമായിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേജ സജയുടെ ഒക്കെ ഫൈറ്റെല്ലാം അടിപൊളിയാണ്. പിന്നെ അതിൽ നല്ലൊരു കിടിലം പാട്ടുണ്ട്. പാട്ടെല്ലാം കേട്ടതായിരിക്കും. സൂപ്പർ പാട്ടാണ്. എല്ലാവരും വന്ന് കാണണം. ഹനുമാൻ പടത്തിനെക്കാട്ടും ഈ പടത്തിൽ അഭിനയിച്ചതിൽ അതെങ്ങനെ? അതിനെക്കാട്ടും കൂടുതൽ ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. കാരണം ഇത് അതിനെക്കാട്ടിയും വേറൊരു മോഡൽ പടമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് അതെല്ലാവരും വന്ന് തന്നെ കാണണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് ചിലപ്പോൾ പ്രതീക്ഷിക്കാം നമുക്ക്. കാരണം അതുപോലത്തെ ലാസ്റ്റ് വരുമ്പോൾ ഒരു നമ്മുടെ മനസ്സിൽ നിന്ന് എന്തൊരു കിടി പറക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അതിനകത്തൊരു പക്ഷിയുണ്ട്. അതൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്തോ ഒരു നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തോ പോണ പോലെ ഇരിക്കും. പിന്നെ അതിൻ്റെ BGM എല്ലാം സൗണ്ടും ഗ്രാഫിക്സ് എല്ലാം അടിപൊളിയാണ്. എല്ലാം കിടിലം പടപ്പാണ്. അപ്പോൾ എല്ലാവരും വന്ന് തന്നെ കാണണം. കണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ സിനിമയായിരിക്കും. പിന്നെ അതിൻ്റെ കാശ് പോകുന്നവർക്ക് ആരും പേടിക്കണ്ട. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണാം.